പറയാൻ എത്ര ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പറയാം. അത് ചേട്ടാ, ഞങ്ങൾ ഋതുമോളെ കാണാൻ പോയി. അവിടെ അവരുടെ മംഗളപൂജകൾ. ഋതുമോളെ കാണാൻ എന്റെ മുഖത്ത് കരിവാരി തേച്ചിട്ട് അവനൊപ്പം ഇറങ്ങിപ്പോയ അവളെ ഈ പടികടത്തി വിട്ടതല്ലേ ഞാൻ? എനിക്കില്ലാത്ത എന്ത് ബന്ധമാ നിങ്ങൾക്ക് അവളോടുള്ളത്? ബന്ധങ്ങളുടെ കണക്ക് നോക്കിയല്ല ഏട്ടാ ഞങ്ങൾ അങ്ങോട്ട് പോയത്. അത് ഒരു കടമയാണെന്ന് തോന്നി. ആ കടമ നിർവഹിച്ചു, അത്രേ ഉള്ളൂ. കടമ? മകൾ അച്ഛനോടുള്ള കടമ നിർവഹിച്ചിട്ട് പോരെ അവളോടുള്ള കടമ നിർവഹിക്കാൻ നിങ്ങൾ അങ്ങോട്ട് പോകുന്നത്? ഞാൻ ഈ നാട്ടിലെ ഒരു ജനനേതാവാണ്, മന്ത്രിയാണ്. എനിക്കുണ്ടാകുന്ന അപമാനത്തെക്കുറിച്ച് ഒരല്പമെങ്കിലും വിചാരം ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഇങ്ങനെ ഒരു കൊടും ചതി ചെയ്യുമായിരുന്നോ? എനിക്കില്ലാത്ത ബന്ധമൊന്നും നിങ്ങൾക്കും വേണ്ട. ചേട്ടാ, അങ്ങനെ മുറിച്ചളയാൻ പറ്റുന്നതാണോ രക്തബന്ധങ്ങൾ? അപ്പുവിന്റെ ചേച്ചിയായി എന്റെ മൂത്ത മകളായ ഞാൻ ഋതുമോളെ കണ്ടിട്ടുള്ളത്. ഏത് ബന്ധമായാലും മുറിപ്പെടുത്തിയാൽ മുറിച്ചു കളയണം. എന്റെ അഭിമാനത്തെ മുറിപ്പെടുത്തിയ ആ ബന്ധം ഞാൻ അന്ന് തന്നെ മുറിച്ചു കളഞ്ഞതാ. ആ ബന്ധം തുടരാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോകാം, അങ്ങോട്ട് പോകാം. പക്ഷേ മടങ്ങി വന്നേക്കരുത്. ഏട്ടാ, അവിടെ പോയത് ഞങ്ങള് മാത്രല്ല, അംബികേച്ചി അവിടെ ഉണ്ടായിരുന്നു. ഓ, ചേച്ചിക്ക് ശിക്ഷ കിട്ടാത്തതല്ല വിഷമം അല്ലേ? എന്നാ കേട്ടോ, ഞാൻ പോയത് അവരുടെ പൂജയിൽ പങ്കെടുത്ത് അവരെ അനുഗ്രഹിക്കാനല്ല, പൊതുജനത്തിന്റെ കണ്ണിലെ മണ്ണിടാനാ. ഒരു സാധാരണക്കാരന് സ്വന്തം മകളെ വിവാഹം ചെയ്തു കൊടുത്ത മന്ത്രിയുടെ മഹത്വം ജനം വാഴ്ത്തുമ്പോ അത് ജനുവിനാണെന്ന് അവരെ ബോധ്യപ്പെടുത്താനുള്ള ഒരു നാടകം. അതായിരുന്നു എന്റെ സന്ദർശനത്തിന്റെ ഉദ്ദേശം. നിങ്ങൾ പോയതോ ഈ വീടിന്റെ നാഥൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടവരെ കണ്ട് അപരാധം പറഞ്ഞ് ക്ഷേമാന്വേഷണം നടത്താനല്ലേ? അതാണ് ഈ രണ്ട് സന്ദർശനങ്ങളും തമ്മിലുള്ള വ്യത്യാസം അല്ലേ പ്രതാപ? അങ്ങോട്ട് പോവും മുന്നേ നിങ്ങൾക്ക് എന്നോടോ പ്രതാപനോടോ ഒരു വാക്ക് പറയാമായിരുന്നു, ചോദിക്കാമായിരുന്നു. അവിടെയാണ് നിങ്ങളുടെ തെറ്റ്. ഞാനൊരു കാര്യം പറയാം.